ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മിവി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ മിവി ഡുവോ പോഡ്സ് F50 എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സാധനം അൺബോക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യാൻ പോവാണ്. അതിന് മുന്നേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾക്ക് ഞാൻ ഗിവ് അവേ ആയിട്ട് ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ ഗിവ് അവേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയൂല, സർപ്രൈസ് ആണ്, ചുമ്മാ പറഞ്ഞാൽ. ഈ വീഡിയോയുടെ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയാം. അവസാനം വരെ കാണാൻ പറയുന്ന സമയത്ത് നേരെ സീക്ക് ചെയ്ത് അവസാനം കൊണ്ടുവന്ന് കാണരുത്. ഈ വീഡിയോയുടെ ഇടയ്ക്ക് എവിടെയെങ്കിലും ആയിരിക്കും ഞാൻ പറയുന്നത്. ഒരു സെക്കൻഡ് പോലും കണ്ണ് ചിമ്മാതെ കാണുക. അപ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റിൻ്റെ പുറകിലായിട്ട് കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. HD സ്റ്റീരിയോ സൗണ്ട്, ലോസ്ലെസ് ഓഡിയോ, ഫാസ്റ്റ് ചാർജിങ് കേസ്, ടൈപ്പ് സി പോർട്ട്, വൺ ടച്ച് പ്ലേ പോസ് ആൻസർ കോൾ. അതായത് ഒരു ടച്ച് കൊണ്ട് നമുക്ക് കോൾ വേണമെങ്കിൽ എടുക്കാം, പ്ലേ ചെയ്യാം, പോസ് ചെയ്യാം, എല്ലാം ചെയ്യാം. സീംലെസ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, പ്രൗഡ്ലി മെയ്ഡ് ഇൻ ഇന്ത്യ. അത് തകർത്തു. മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടും എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും, എൻ്റെ പുറകിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വെച്ച് തന്നെ തുടങ്ങാം കേട്ടോ. 1000 രൂപയുള്ളൂ. 1 രൂപ ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട്, 999 രൂപ. നമ്മൾ അതിൻ്റെ കവറൊക്കെ വലിച്ച് വിച്ചം കളയുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, ജസ്റ്റ് സിമ്പിള് പെട്ടിയാണ് കേട്ടോ, വളരെ സിമ്പിൾ പെട്ടിയാണ്, ബട്ട് പവർഫുൾ. യെസ്, നമുക്ക് ബോക്സ് ഓപ്പൺ ആക്കാം. ബോക്സ് ഓപ്പൺ ആക്കുന്ന സമയത്ത് 1 year വാറണ്ടി രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം വന്നിട്ടുണ്ട്. ജസ്റ്റ് ചെയ്യേണ്ടത് ഈ QR കോഡ് സ്കാൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ ഒരു സാധനത്തിൻ്റെ 1 വർഷത്തെ വാറണ്ടി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ ചെയ്യുന്നില്ല. ഇത് ആർക്കാണോ ഗിവ് അവേ കിട്ടുന്നത് അയാൾക്ക് ഈ സാധനം ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, പിന്നീട് നമുക്ക് ഫൗണ്ടറിൻ്റെ കോഫൗണ്ടറിൻ്റെ ഒക്കെ സൈനോട് കൂടിയുള്ള ഒരു കാർഡും കൂടി വന്നിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ചെറിയൊരു പഞ്ഞിക്കെട്ടിൻ്റെ അകത്താണ് നമ്മുടെ മിവിയുടെ ഓച്ചോടോ. ഇതിൻ്റെ കളർ എനിക്കിഷ്ടപ്പെട്ട്. ഈ കളറിന് എന്താ ചായ കളർ അല്ലല്ലോ, ലൈറ്റ് ഒരു പീച്ച് കളർ പോലത്തെ ഒരു കളറാണ്. പിന്നീട് നമുക്ക് ബോക്സിൻ്റെ അകത്ത് വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു USB Type-C കേബിൾ മാത്രമാണ് കേട്ടോ ബോക്സിൻ്റെ അകത്ത് വരുന്നത്. ഐഫോണിൻ്റെ ഒരു റോസ് ഗോൾഡ് ഇല്ലേ, ആ റോസ് ഗോൾഡിൻ്റെ ഒരു ലൈറ്റ് കളറാണിത്. ഇതാ ഒരു Type-C കേബിളാണ് നമുക്ക് കിട്ടുന്നത് ബോക്സിൻ്റെ അകത്ത്. വേറെ ഒന്നും തന്നെ ഈ പെട്ടിക്കകത്തില്ല. ഞാൻ ഇതിനെ തിരിച്ച് ഇതിൻ്റെ അകത്തേക്ക് തന്നെ കയറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഗിവ് അവേ കിട്ടുന്ന ആൾക്ക് പുതിയ പെട്ടി പോലെ ഫീൽ ചെയ്യത്തേയുള്ളൂ കേട്ടോ. നമുക്കിതിനെ ഒന്ന് ഫിസിക്കലി പരിചയപ്പെടാം. ഫിസിക്കലി നോക്കുന്ന സമയത്ത് ഇതെന്തിൻ്റെ ഷേപ്പാണ്? നമ്മുടെ ഈ ഗേൾസൊക്കെ യൂസ് ചെയ്യുന്ന മറ്റേ സാധനം ഉണ്ടല്ലോ, എന്താണ്, മുഖത്തിങ്ങനെ ഒരു പഞ്ഞി പോലത്തെ ഒരു സാധനം വെച്ച് ടിങ് 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 എന്നടിക്കും. കോമ്പാക്ട് പൗഡറിൻ്റെ ഷേപ്പിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇത് കൊള്ളാം, നല്ല രസമുണ്ട്. ഇത് കുറച്ച് വലുതാണ്, സൈസ് കുറച്ച് വലുതാണ്. എന്നാൽ നിങ്ങൾക്ക് പോക്കറ്റിനകത്തൊക്കെ സുഖമായിട്ട് ഇട്ടുകൊണ്ട് പോവാം. ഫ്രണ്ടിലായിട്ട് നമ്മുടെ ചാർജിങ് ഇൻഡിക്കേഷൻ LED കൊടുത്തിട്ടുണ്ട്, ഒരു 5 എണ്ണം. അതുപോലെ തന്നെ മിവിയുടെ ബ്രാൻഡിങ് ഉണ്ട്. ബാക്കിലായിട്ട് ഒന്നും തന്നെ ഇല്ല. ബോട്ടം സൈഡിലായിട്ട് നമുക്ക് Type-C പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഓപ്പൺ ആക്കി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇയർബഡ് 2 നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇയർബഡിൽ അവർ 2 LED ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇയർബഡിന്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ നമ്മൾ കണ്ടുവളർന്നിട്ടുള്ള ആ ഒരു ഓൾഡ് ഡിസൈൻ തന്നെയാണ്. അതിനകത്ത് വേറെ ഒന്നും പറയാനായിട്ടില്ല. ഒരു ചെറിയൊരു LED ലൈറ്റ് അവർ കൊടുത്തിട്ടുണ്ട്, ഒരു ബ്ലൂ ആൻഡ് റെഡ്. ഞാനൊന്ന് കാതിലേക്ക് വെച്ച് നോക്കുകയാണ്. ഒന്നാമത്തേറ്റ് ഞാൻ പറയാലോ, എൻ്റെ കാതിൽ ഈ സാധനം നേരെ ഇരിക്കൂല. എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. എൻ്റെ കാതിൻ്റെ അകത്ത് ഈ റബ്ബർ ടിപ്പില്ലാത്ത ഇയർബഡുകൾ ഇരിക്കാൻ കുറച്ച് പ്രയാസമാണ്. ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട് മിവി ഡുവോ പോഡ്സ് F50 എന്ന് പറഞ്ഞിട്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യണേ. പെയർ കൊടുത്തു. ആദ്യം നമുക്ക് കുറച്ച് പാട്ടിട്ട് പ്ലേ ചെയ്ത് നോക്കാം. പേഡ്. ആദ്യം തന്നെ ഇതിനകത്ത് ഞാൻ പാട്ട് കേട്ട സമയത്ത് പുറത്ത് ഇരിക്കുന്നവന് കേൾക്കാം കേട്ടോ. നിങ്ങൾ ഫുൾ വോളിയത്തിൽ ഇടുകയാണെങ്കിൽ പുറത്തിരിക്കുന്നവന് നിങ്ങളുടെ പാട്ട് കേട്ട് ചില്ല് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് 70% വോളിയത്തിലാണ് നിങ്ങൾ ഈ സാധനം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 50 മണിക്കൂർ, അതായത് 50 മണിക്കൂർ നിങ്ങൾക്ക് പ്ലേ ബാക്ക് ടൈം കിട്ടുമെന്നാണ് മിവി പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഇതിനെ ചാർജ് ചെയ്തെടുക്കാനും പറ്റും. 1 മണിക്കൂർ കൊണ്ട് ഫാസ്റ്റായിട്ട് ചാർജ് ആവും. അതാണ് ഇതിനെ ഫാസ്റ്റ് ചാർജിങ് കേസ് എന്ന് മിവി വിളിക്കുന്നത്. പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു 13 mm ഒരു ഡ്രൈവറാണ് മിവി കൊടുത്തിട്ടുള്ളത്. ബ്ലൂടൂത്ത് 5.1 ആണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുള്ള ബ്ലൂടൂത്ത്. അതുപോലെ തന്നെ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റും സിറിയും ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. IPX4 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ ലൈറ്റ് വെയിറ്റും ആണെന്ന് മിവി പറയുന്നുണ്ട്. ലൈറ്റ് വെയിറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാതിൽ വെക്കുന്ന സമയത്ത് നമ്മൾ കാതിൻ്റെ അകത്ത് ഒരു ഹെഡ്ഫോൺ ഇരിക്കുന്നത് പോലെയൊന്നും, അല്ലെങ്കിൽ ഒരു ഇയർബഡ് ഇരിക്കുന്നത് പോലെ നമുക്കൊന്നും ഫീൽ ചെയ്യില്ല. ഒരു വട്ടം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാട്ട് പോസ് ചെയ്യാനും പാട്ട് പ്ലേ ചെയ്യാനും പറ്റും. 2 തവണ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പാട്ടിലേക്ക് പോകും. ലൈക്ക് യൂഷ്വലി എല്ലാ TWSലും നടക്കുന്നത് പോലെ തന്നെയാണ് ഇതിനകത്ത് നടക്കുന്നത്. എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ സൗണ്ടിങ് ആണ് കേട്ടോ. 1000 രൂപ, 999 രൂപയ്ക്ക്, അതായത് 1200 രൂപയല്ല, 300 രൂപയല്ല, 400 രൂപയല്ല, 999 രൂപയ്ക്ക് വെർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. കാര്യം ഇതിൻ്റെ സൗണ്ട് ഞാൻ കേട്ട സമയത്ത് നല്ല റിച്ച്
റിച്ച് ഫീലുണ്ട്. അതുപോലെ തന്നെ ബേസും ട്രിബിളൊക്കെ നല്ല ബാലൻസ്ഡ് ആയിട്ടുണ്ട്. അതായത് ഒന്നും കൂടുതലുമല്ല ഒന്നും കുറവുമല്ല. നമുക്ക് ഒരു പാട്ടിൻ്റെ അകത്ത് ഏറ്റവും അത്യാവശ്യം വേണ്ടാത്ത ഒരു ബേസ് എല്ലാം നമുക്ക് ഫീൽ ചെയ്യണമല്ലേ, അതെല്ലാം ബാലൻസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ എനിക്കിഷ്ടം, എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് വെച്ച് ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് കുറച്ച് ഇടിയും മുഴക്കമൊക്കെ കൂടുതൽ വേണം. കുറച്ച് അതായത് ആ ഒരു ബേസ് ഗിത്താറിൻ്റെ ഒക്കെ സാധനമൊക്കെ എനിക്കിങ്ങനെ കയറി നിൽക്കണം. അത് ഇതിനകത്ത് അത്രയ്ക്ക് കിട്ടുന്നില്ല. പക്ഷേ ആ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ 999 രൂപ വെച്ച് നോക്കുന്ന സമയത്ത് അതിനുള്ളതൊക്കെ നമ്മുടെ മിവിക്ക് ഓഫർ ചെയ്യാനായിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു കാര്യമാണ് കേട്ടോ പറയുന്നത്, എനിക്ക് മാത്രമാണെന്ന് തോന്നുന്നു എനിക്ക് കാതിൻ്റെ അകത്തിരിക്കാൻ കുറച്ച് പ്രയാസം, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ലൈറ്റ് വെയിറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ഒക്കെ തന്നെയാണ്. കാതിനകത്ത് എന്നും പറഞ്ഞ് ഊരി തെറിക്കത്തൊന്നുമില്ല, എനിക്കിങ്ങനത്തത് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഈ പെട്ടിയും എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. മുട്ടപ്പെട്ടിയിലുള്ള കോമ്പാക്ട് പൗഡർ പെട്ടി നല്ല രസമുണ്ട്, നിങ്ങൾക്ക് കൊണ്ട് നടക്കാം, കുറച്ച് ക്യൂട്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ചന്ദ്രിക സോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ചന്ദ്രിക ഇപ്പം ഈ ഷേപ്പിലാണ്. ഈ ഷേപ്പിലുള്ള സോപ്പ് ഏതാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ഷേപ്പിൽ ഏതൊരു സോപ്പുണ്ട്, എൻ്റെ മനസ്സ് പറയുന്നു, ഞാൻ ഏതൊരു സോപ്പ് ഈ ഷേപ്പിലുണ്ട്. അപ്പോൾ അത് ഏത് സോപ്പാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ പറയാം. നമ്മൾ ഇനി ട്രൈ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇതിനെ തിരിച്ച് ഇതിൻ്റെ പെട്ടിക്കകത്തേക്ക് വെക്കുവാണേ. എന്നിട്ട് ഞാൻ ഈ പെട്ടിയും ക്ലോസ് ചെയ്തു. അപ്പോൾ എൻ്റെ ഫോണിൽ നിന്ന് അത് ഡിസ്കണക്റ്റ് ആവും. എന്നിട്ട് ഞാൻ ഈ പെട്ടി തുറക്കുന്ന സമയത്ത് എത്ര ഫാസ്റ്റായിട്ടാണ് ഇത് റീകണക്റ്റ് ആവുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ കാതിനകത്തേക്ക് എടുത്ത് വെച്ചു. റെഡി ടു പെയർ എന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട്, കണക്റ്റായി. ഓക്കെ, അത്യാവശ്യം ഫാസ്റ്റ് തന്നെയാണ്. പെയർഡ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യുന്നുണ്ട്. ബ്ലൂടൂത്ത് 5.1 ഉള്ളതിൻ്റെ കുറച്ച് ഗുണങ്ങളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മിവി ഡുവോ പോഡ്സ് F50 എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ TWSൻ്റെ ഒരു ജസ്റ്റ് ഒരു ഓവർവ്യൂ, ഒരു റിവ്യൂ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇതിനകത്ത് വലിയ കാര്യമായിട്ട് റിവ്യൂ ചെയ്യാനൊന്നുമില്ല. ആൻഡ് ഈ സാധനം നിങ്ങൾക്ക് ഗിവ് അവേ ആയിട്ട് തരാൻ പോവാണ്. എനിക്ക് വേണ്ട, നിങ്ങൾക്ക് ഞാൻ വാരി വലിച്ചു തരാം. നിങ്ങൾക്ക് സാധനങ്ങൾ മൊത്തം എല്ലാം എടുത്തോണ്ട് നോക്കും. ഇത് എവിടെയുള്ള എല്ലാം എടുത്തു. അയ്യേട്ടാ, എല്ലാം തരൂല, കുറച്ച് സാധനങ്ങൾ അത്ര തരുള്ളൂ. അപ്പോൾ ഇതേപോലുള്ള സാധനങ്ങൾ ഞാൻ കൂടുതലായിട്ട് നമ്മുടെ ചാനൽ കണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരിക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് എവിടെയോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എൻ്റെ യൂട്യൂബ് ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആരാണോ ആദ്യം ഈ വീഡിയോ പബ്ലിഷ് ചെയ്തതിന് ശേഷം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് പറഞ്ഞു തരുന്നത് അയാൾക്കാണ് ഈ സാധനം. അത് എൻ്റെ യൂട്യൂബ് ജേണി, എൻ്റെ യൂട്യൂബ് കരിയർ മേ ബി എന്നെ കുറിച്ചിട്ടായിരിക്കാം, എന്താണെന്ന് ഞാൻ പറയൂല. ഒരു ക്വസ്റ്റ്യൻ എവിടെ ഒളിഞ്ഞ് കിടപ്പുണ്ട്, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടുപിടിക്കുക. അതിൻ്റെ ആൻസറും കൂടി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ആരാദ്യം കൊണ്ടുവരുമോ, ആദ്യം പറഞ്ഞു തരുമോ അയാൾക്കാണ് നമ്മുടെ മിവിയുടെ ഡുവോ പോഡ്സ് F50 എന്ന് പറഞ്ഞിട്ടുള്ള TWS എന്ന് പറയുന്നത്. അപ്പോൾ എൻജോയ് ചെയ്യുക, നിങ്ങൾ പാട്ടൊക്കെ കേട്ട് തകർക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, വീട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. പിന്നെ TV-ലിട്ട് കാണാം, iPad-ലിട്ട് കാണാം, എല്ലായിടത്തും ഇട്ട് കാണാം. പിന്നെ അഡ്വർടൈസ്മെൻറ്റ് വരുമ്പോൾ സ്കിപ്പ് കൊടുക്കാതിരിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അടുത്തൊരു ആപ്പ് സീരീസ്, അടുത്തൊരു ഗെയിം സീരീസ്, അടുത്തൊരു ഏതെങ്കിലുമൊക്കെ വീഡിയോയിലൊക്കെ കാണാം. അതുവരേക്കും ബൈ.